ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അതായത് നിങ്ങളുടെ കൂട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് പക്ഷെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. എന്തായത് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, അത് പറയുവാൻ ഒരു സ്ത്രീക്കേ പറ്റൂ. എന്തുകൊണ്ട് ചേച്ചി എവിടെ പോന്നു? അപ്പം നമ്മളൊരു കാര്യം ആലോചിച്ചോണം. എന്താണ് ഇന്നത്തെ സമൂഹത്തിലെ ഒരു പ്രോബ്ലം, എന്താണ് അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നം? അപ്പോൾ ഇന്നത്തെ സ്ത്രീകൾ എങ്ങനെ, ഇന്നലെ എങ്ങനെയായിരുന്നു, ഇവർ നാളെ എങ്ങനെയായിരിക്കും? മനസ്സിലാവുന്നു? നമ്മുടെ നടത്ത നേഹ, നിന്റെ മോള് നടക്കുന്ന കണ്ടിട്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ മരണ വീട്ടിൽ നിന്ന് രാവിലെ നടക്കാൻ വരുന്ന ഒരു അവസ്ഥയിലാണ് കുഞ്ഞ് നടക്കുന്നത് കേട്ടോ. താല്പര്യമില്ലാതെ നടന്നു വരുവാന്നോ? അപ്പോൾ ഓക്കെ, പഴയ കാലഘട്ടത്തില് സ്ത്രീകൾക്ക് സമൂഹത്തിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്? നിങ്ങൾക്ക് ഈ 3 കാര്യം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് പറയാൻ പറ്റും? പഴയ കാലഘട്ടത്തിലെ സ്ത്രീകൾക്കെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കംപ്രസ്ഡ് ആയിരുന്നു. അതായത് വിദ്യാഭ്യാസം ആയിക്കോട്ടെ, സമൂഹത്തിലായിക്കോട്ടെ, പല കാര്യങ്ങളിലും ബന്ധങ്ങളിലുമൊക്കെ അവർക്കൊരു അടച്ചമർത്തപ്പെടലുള്ളവരായിരുന്നു. മീൻസ് അവർ കുറേയും കൂടെ എക്സ്പ്രസ് ചെയ്യാത്തവരാണ്. അപ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഈ പണ്ടത്തെ കാലഘട്ടത്തിൽ രാജവംശം ആയാൽ പോലും ഈ സ്ത്രീകൾക്ക് ഈ സ്വത്ത് വിഭാഗം ചെയ്യുന്ന പരിപാടിയൊക്കെ, അപ്പോൾ ഈ ലാൻഡിൻ്റെ ഓരോ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും സ്ത്രീകൾ പ്രധാനമായിട്ട് കാണാറേ ഇല്ല. അപ്പോൾ അന്നത്തെ കാലഘട്ടം മുതൽ സ്ത്രീകൾക്ക് ഒരു ഉന്നമനം ഇല്ലായ്മയോടെ ഈ സ്ത്രീകളെ അടച്ചിട്ട അല്ലെങ്കിൽ അവരെ എക്സ്പ്രസ് ചെയ്യാത്ത രീതിയിലുള്ള ഹിസ്റ്ററി മുതലാണ് ഇന്ത്യയുടെ ആ ഒരു ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ധീരയായ വനിതകൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ലക്ഷ്മിഭായ് പോലെയുള്ള ധീരയായിട്ടുള്ള വനിതകളും വന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ പഴയ കാലഘട്ടത്തിലെ സ്ത്രീകൾ എക്സ്പ്രസ്ഡ് ആയിരുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത കാലഘട്ടത്തിൽ പറയണം. പറഞ്ഞു. നിങ്ങൾക്ക് സ്ത്രീകൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് പറയണം. മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുവാണെങ്കിൽ നമുക്ക് ഇന്ന് എല്ലാ സ്ത്രീകൾക്കും ലോയും നിയമവും എല്ലാം വ്യക്തമായി അറിയാവുന്നവരാണ്. ഒരു മിനിറ്റ്, അതിന് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ പഴയ 3 കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നത്തെ പറ്റി പറയാം, എന്നിട്ട് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം പറഞ്ഞാൽ മതി. പഴയ കാലഘട്ടത്തിൽ മോള് പറഞ്ഞതിന്റെ കൂട്ട് മുഖ്യധാരയിൽ, ഇനി അത് പറയേണ്ടത് നിയമോളാ കേട്ടോ, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ വ്യവസ്ഥയിൽ വീട്ടിനകത്ത് തളച്ചിടപ്പെട്ട ഒരു വ്യവസ്ഥിതിയായിരുന്നു പണ്ട് സ്ത്രീകൾക്കുള്ളത്. സംശയമുണ്ടോ? ഇല്ല. ഇവർക്ക് സ്വത്ത് വീതം വെക്കുന്നതിനോ ഭരണക്രമത്തിനോ ഡെയിലി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും എന്ത് വന്നിരുന്നില്ല, സ്ത്രീകൾ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിയിരുന്നില്ല. അതെല്ലാം പുരുഷന്മാരുടെ ഒരു കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നു? അതായത് തീരുമാനമെടുക്കുന്നത് വീട്ടിൽ ആരായിരിക്കും? ആ വീട്ടിലെ കാരണവർ എന്നൊരു കൺസെപ്റ്റിലായിരുന്നു. എന്നാൽ കുടുംബത്തിന്റെ ചുമതല പുരുഷന്മാർ തന്നെയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലാവുന്നു? അപ്പോൾ അവിടെ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുരുഷ കേന്ദ്രീകൃതമായ ഒരു സംവിധാനമായിരുന്നു പഴയ കാലഘട്ടത്തിൽ. അപ്പൊ ഇന്ന് വന്നപ്പോഴത്തേക്ക് അവസരങ്ങൾ മാറി. എന്തോ ഇത് കുറച്ചുകൂടെ സമത്വം വന്നു, അവസരങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി, സ്ത്രീകൾക്ക് തുല്യ പ്രാതിനിധ്യം ലഭിക്കാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പം തുല്യ അവകാശവും തുല്യ അവസരവും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയാണ്. അവിടെ എന്തോ സ്ത്രീകൾ നേടിയെടുത്തു, കഴിവും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ. നിങ്ങൾക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഏത് പുരുഷനേക്കാൾ വലുതായ രീതിയിൽ നിങ്ങൾക്ക് വളരാം. മനസ്സിലായി? ഇപ്പം നീ നടക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ നിങ്ങൾ ഒന്നാമത്തെ പ്രശ്നം എന്താ? പപ്പ ഇപ്പം ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ ഞാൻ പുല്ല് പോടെ എടുക്കാന്ന് പറഞ്ഞാൽ കളയും. നിങ്ങളോ ഇങ്ങനെ അത് നിങ്ങളുടെ പ്രവൃത്തി കാണിക്കരുത്. അവിടെയാണ് നിങ്ങൾ നിങ്ങളെ സെല്ല് ചെയ്യേണ്ടത്, അവിടെയാണ് നിങ്ങൾ വളരേണ്ടത്. മനസ്സിലാവുന്നോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? സമൂഹത്തിന്റെ വ്യവസ്ഥിതികളിൽ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും സുരക്ഷയുടെ കാര്യത്തിലായാലും സ്വീകാര്യതയുടെ കേസിലായാലും ഇന്നും ഒരു പ്രശ്നമുണ്ട്. മനസ്സിലാവുന്നോ? സാമൂഹ്യപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ ആരോഗ്യം, അതുപോലെ തന്നെ വേറെ എന്താ സുരക്ഷയുടെ കാര്യത്തിനകത്തായാലും ഒരു സ്വീകാര്യതയുടെ കേസുകളിലായാലും ഒരു പരിഗണന ഇന്നും ആവശ്യമാണ്. കാരണം എന്താണ്? സ്ത്രീക്ക് ഒരു പരിഗണന ആവശ്യമാണ് എന്ന് പറയുന്നതിന്റെ കാരണം നിങ്ങൾ തഴയപ്പെട്ടു പോകരുത്. നിങ്ങൾ ഇങ്ങനെ കയറി വരണം. അതാണ്ട് ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടോ, എവിടെ നമ്മൾ എന്നും എന്ത് ചെയ്യും, എടുത്ത് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കും. നീ എന്തോ ചെയ്യും? ഇടിച്ചു കയറിഞ്ഞോട്ട് നീ അല്ല. കാരണം എന്താ? മോൾ ഇതിനകത്ത് നോക്കും. സമൂഹത്തിൽ ആ മുഖ്യധാരയിൽ നിൽക്കുന്നവരെ മാത്രമേ ശ്രദ്ധിക്കൂ. ഇപ്പൊ നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നത്, ഇപ്പൊ നീ എന്തോ വിചാരിക്കുന്നതെന്നറിയാം, ഇങ്ങനെ ഇതാണ് മിടുക്കെന്ന്.
നിങ്ങൾ അകത്തായി പോകുന്നതല്ല മിടുക്ക്, നിങ്ങൾ പുറത്തേക്ക് വരണം. ഇപ്പം തന്നെ ഈ കൈ ഉണ്ടോ, ഇത് ഇടിക്കാതെ അപ്പം എന്ന് പറഞ്ഞാൽ വേറെ മൈൻഡ് പോലും അങ്ങനെ നിൽക്കുക. കാരണം എന്താ, എന്നാൽ ഇച്ചിരി ബാക്കിലോട്ട് നടന്നായാലും ശരി, നമ്മൾ ചിന്തിക്കുക. നമ്മൾ സമൂഹത്തിൽ ഇപ്പം നമ്മൾ ഈ ചാനലിൽ കാണുന്നവരുടെ കാഴ്ചപ്പാടല്ല നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ എങ്ങനെയാണെന്നാ കാണിക്കണ്ടേ. മനസ്സിലാവുന്നോ? നിങ്ങൾക്ക് അതിനകത്ത് ഒരു എന്തുണ്ടാവണം, ഈ പറയുന്ന ഞാൻ പറഞ്ഞു സുരക്ഷാപരമായ ആരോഗ്യം, സ്വകാര്യതയും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തോ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞു, ഒരു പരിഗണന വേണ്ടി വരുന്നു എന്ന് പറയുന്നു. മനസ്സിലാവുന്നോ? പിന്നെ പരസ്പര ബഹുമാനം, സമത്വം, സഹകരണം, ഇന്ന് അതൊക്കെ എന്ത് സമൂഹത്തിൽ ഇവർക്ക് സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഇനി ഭാവിയിൽ എന്താന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു ലിംഗ അടിസ്ഥാനത്തിലുള്ള കൺസെപ്റ്റ് ആയിരിക്കില്ല. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ മികവ്, നിങ്ങളുടെ യോഗ്യത, ഇതേടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും ആളുകൾ വരാൻ പോകുന്നത്. എഡ്യൂക്കേഷൻ, നിങ്ങളുടെ ജോബ് എന്താണ്, സമൂഹത്തിൽ നമ്മൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പോളിറ്റിക്സ്, സയൻസിൽ, ഗവേഷണത്തിൽ ഒക്കെ നിങ്ങൾ എങ്ങനെയാണോ ഇന്റർഫിയർ ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണോ അതിന്റെ ഒരു ഭാഗമായി മാറുന്നത്, അതനുസരിച്ച് നിങ്ങളുടെ തലവും മാറും സമൂഹത്തിൽ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് പോകും. നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റിൽ പോയാലും കേരള യൂണിവേഴ്സിറ്റിയിൽ പോയാലും ക്യാൻറ്റീനിലൊക്കെ ഒന്ന് ജസ്റ്റ് പോകണം. എനിക്ക് തോന്നുന്നു ഒരു 75% 80% ആരാ? സ്ത്രീകളാണ്. കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് എഴുതി കണ്ടോ, സ്നേഹം നീ ഒന്നി ഇങ്ങനെ കെട്ടിപ്പിടിക്കും, അല്ലെ ഇങ്ങനെ എന്താണ്, അത് തന്നെ ഒരു എന്താണ്, അത് തന്നെ എന്താണ്, ഞങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? ആ ഒരു നീ ഇച്ചിരി ഇങ്ങോട്ട് നടക്കും കണ്ടോ. അപ്പൊ നമ്മളിത് മനസ്സിലാക്കി കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ടെക്നോളജിയുടെ കാലഘട്ടമാണ്, നിയമപരമായ കാലഘട്ടം. മനസ്സിലായോ? ഇതിനകത്തൊക്കെ എന്ത് ചെയ്യണം, സ്ത്രീകൾ വ്യക്തമായ രീതിയിലുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നോട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകും. ഓക്കെ, ഇനി നീ ആ മോള് പറഞ്ഞു, ഇനി വാ. നേഹ അവിടെ നിക്കടി, കൊച്ചിനെ അവളാന്നേ കൊച്ചിനെ ഇടിച്ചിടിച്ചിടിച്ചങ്കളയ്യോ. അവിടെ നിന്നാ മതി. ഓക്കെ, പറഞ്ഞു. പപ്പ പറഞ്ഞതുപോലെ പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾക്ക് അങ്ങനെ മുന്നിലേക്ക് വരാനുള്ള അവസരങ്ങളും ഒക്കെ ഇനി മോള് തന്നെ അങ്ങ് പറഞ്ഞു, മൊത്തം പറഞ്ഞു, കുറവായിരുന്നൊരു സമയമായിരുന്നു. പക്ഷെ ഇക്കാലഘട്ടത്തിലോട്ട് വരുമ്പം അതൊക്കെ മാറുകയാണ്. എന്താണ് ഓണമില്ല, രാഷ്ട്രീയപരമായ മേഖലകളിലും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിലും മറ്റു തൊഴിലവസരങ്ങളിലും ഒക്കെ സ്ത്രീകൾക്കും ഒരു മുൻഗണന കൊടുക്കേണ്ട കാലമാണ് ഇന്നത്തേത്. ഇനി ഭാവി കാലം വരുമ്പോ ഇവിടെ വേർതിരിവൊന്നും ഉണ്ടാകില്ല എന്ന് പപ്പ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, ഇപ്പൊ നിങ്ങൾ സേഫ് ആണോ? നിങ്ങൾക്ക് ഇപ്പൊ ഉള്ളൊരു അംഗീകാരം ലഭിക്കുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്, ഉറപ്പാണോ? പ്രിയദർശിനി, അതാ ഞാൻ ചോദിക്കുന്നത്. പ്രിയദർശിനി എന്ന് പറയുമ്പോ അന്നേരം സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ചേച്ചി? അന്നേരം സ്ത്രീകൾക്ക് നിങ്ങൾ പറഞ്ഞു എന്താ പുരുഷന്മാർക്ക് കൊടുക്കാതെ ഫ്രീ ആയിട്ട്? എന്തുകൊണ്ടാണ്? അതിന്റെ ഉദ്ദേശം എന്തായിരിക്കും ഗവൺമെന്റിന്റെ? ഈ പ്രിയദർശിനി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു? സ്ത്രീകൾ ജോലി ചെയ്ത് വീട്ടിൽ വരുന്ന സ്ത്രീകൾക്ക് ആ പൈസ കൂടെ ലാഭിക്കാൻ പിന്നെ അങ്ങനെ ഒരു സ്ത്രീയുടെ കയ്യിൽ പൈസ വന്നാലുള്ള ഗുണം എന്തുവാ? അവളത് കുടുംബത്തിന് വേണ്ടി മാത്രം. വെരി ഗുഡ് പോയിന്റ്. കുടുംബത്തിന് നിങ്ങൾ അതാ പോയിന്റ് ചെയ്യേണ്ടത്. എന്താണ്, നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ പപ്പയുടെ പൈസ തന്നു കഴിഞ്ഞാൽ പപ്പ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൂടെ ചെലവഴിച്ചെന്നിരിക്കും. മദ്യപിക്കുന്ന ഒരാളാന്നെ രാവിലെ അടിച്ചു ഒരു നല്ലൊരു പെഗ് എടുക്കാൻ നോക്കും. അപ്പൊ അമ്മയുടെ പൈസ കിട്ടിയാലോ? അമ്മ അത് വീടിന് വേണ്ടി കുടുംബം. ഈ ഒരു കൺസെപ്റ്റ് ആണ് വർക്കൗട്ട് ചെയ്തത്. ഇന്നലെ അതിന്റെ 1 മാസത്തോളം ആയല്ലോ. ഇന്നലെ അതിനെപ്പറ്റി സംസാരിച്ചു. അതിനകത്ത് എന്തോ പറഞ്ഞെന്നറിയാമോ? ഞാൻ ചുമ്മാ ഒന്നുമില്ല, കൈ കെട്ടുന്ന ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അരക്ഷിതാവസ്ഥ. സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ഒരു അരക്ഷിതാവസ്ഥയുടെ ആവശ്യം ഉണ്ടോ ഇവിടെ? അതുകൊണ്ട് ആ അമ്മച്ചിയൊക്കെ ഓരോ ചേച്ചിമാരും അമ്മച്ചിയാരും നമ്മളിപ്പോ ഇവിടെ എത്ര പേരെ കണ്ടു. അവരൊക്കെ രാവിലെ എഴുന്നേറ്റ് നടന്ന് സ്ട്രോങ് ആയിട്ടാ പോന്നെ. നമുക്ക് എന്ത് ചെയ്യണം? ഒരു കാരണവശാലും നമ്മൾ എന്തിനും ഭയപ്പെടാൻ വേണ്ട. സ്ത്രീ എന്ന് പറഞ്ഞ് പിന്നിലോട്ട് പോകാൻ കാരണം ആരാന്നറിയാമോ? ആരാ മോനെ? സ്ത്രീ തന്നെ ആയിരുന്നു. ഒരു സ്ത്രീ വിജയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നാൽ സ്ത്രീയെ തോപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. അല്ല, പിന്നെ ആരാ തോക്കുന്നേ? നമ്മളെന്ന് പറഞ്ഞ ആരുടെ? ഞാനോ? അപ്പൊ സ്ത്രീയാണ് മാറേണ്ടത്. പറഞ്ഞോ, ഇനിയും പറഞ്ഞോ കുഞ്ഞു പറഞ്ഞോ. നിങ്ങൾ കാണുന്ന കാര്യങ്ങളെ പറയാവൂ, നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളെ പറയാവൂ, നിങ്ങൾ ബസ്സിൽ കയറിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടേ പറയാവൂ. നിങ്ങൾ ആ പറയുമ്പോണ്ടല്ലോ, പറയുന്നത് കൃത്യമായി പറയണം. നിങ്ങൾ എന്താണ് അഭിമുഖീകരിക്കുന്ന പ്രശ്നം, ഇന്നലകൾ എന്താണ് അഭിമുഖീകരിച്ച്, നാളെ നിങ്ങൾ എങ്ങനെ ആയിരിക്കും എന്ന് പറയാനുള്ള കരുത്തുണ്ടോ? അതാണ് പറയേണ്ടത്. നിയമങ്ങൾ പറ. നിയമങ്ങൾ അന്നേരത്തെ ആലോചിച്ചു.
അതൊന്നും എടുത്ത് കൊടുക്കണ്ട, അവക്ക് വാ ഭയങ്കരമാ. പറ മോളെ. കുഞ്ഞിപ്പുറത്തോ അവിടെ വണ്ടി വന്നാ ശ്രദ്ധിച്ചോണം. പറഞ്ഞു നീയെ കൂട്ടഞ്ഞോ അവിടെ എന്ത് സംഭവം എന്നറിയാം? വേണ്ട ചേച്ചി അവിടെ അങ്ങനെ നിന്ന് കേണേ പറയട്ടാ. പറഞ്ഞു. പണ്ടത്തെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, പക്ഷെ എന്ത് വന്നാലും ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നും കുറച്ച് രീതിയിൽ നടത്തപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും പലയിടങ്ങളിലും അതിക്രമങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടാവുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ട് പറയാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല, രാഹുൽ തെറ്റുകാരനാണെന്നോ പറഞ്ഞു നോക്കുന്നേ? അല്ല, പക്ഷെ അവിടെ ഒരു ന്യായമുണ്ട്. ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഒഫീഷ്യൽ രീതിയിൽ പോലും നമ്മളിപ്പോ ഒരു മാരേജ് എന്ന് പറഞ്ഞ ഒഫീഷ്യലിയും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ടുപേര് സൈനിങ്ങിനാണ്. പക്ഷെ ഇവിടെ അതൊന്നും ഇല്ലാതെ തന്നെ ഒരു ഇത്. അപ്പൊ അതും ഒരു സ്ത്രീ ചെയ്ത തെറ്റ് തന്നെയാണ്. അങ്ങനെ സ്ത്രീകൾ എടുത്തു ചാട്ടം അതിന്റെ ആവശ്യമൊന്നുമില്ല. മറിച്ച് സ്ത്രീ തന്റെ ലൈംഗികത അല്ലെന്നുണ്ടെങ്കിൽ തന്റെ സ്വകാര്യത ഒരാളുമായി പങ്കുവെച്ചിട്ട് ഒരു പുരുഷനെ ചീറ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തോടും യോജിപ്പില്ലെന്നാണോ പറഞ്ഞത്? ഇല്ല, ആ സിസ്റ്റത്തിനോട് യോജിപ്പില്ല. ഓക്കെ, ദാറ്റ് വെരി ഗുഡ്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ്. ഓട്ടോയ്ക്കകത്ത് ഒരു സ്ത്രീ ഓട്ടോയിൽ 2 പേരോട് കൂടെ പോയപ്പോ വണ്ടി ഇടിച്ചു വീണു. അവിടെ ഏതോ ഒരു ആ മെമ്പറോ അങ്ങനെ ആരാണ്ടെങ്ങാണ്ടാണ്. ആ സമയത്ത് അയാൾ അവിടെ വന്നിട്ട് ആ ഒരു സ്ത്രീയെ ലൈംഗികമായിട്ട് യൂസ് ചെയ്തു. എവിടെ? മീൻസ് ആ ഓട്ടോയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നേരം ഒരു സെക്ഷലി അവരെ അസോൾട്ട് ചെയ്യുന്ന രീതിയിൽ പറയുകയല്ല, ഞാൻ കേട്ടില്ല. എവിടെ വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ അത് എവിടാന്ന് എനിക്ക് ഓർമ്മയില്ല. റീസെന്റ് നടന്ന. അപ്പൊ അത്തരത്തിലുള്ള ഒരു വൈകൃതം, ലൈംഗിക വൈകൃതം ഉണ്ടായിരുന്നു. അത് തെറ്റാണ്, അതങ്ങനെ ചെയ്യാൻ പാടില്ല. ഉണ്ടാകുന്ന അവസരങ്ങളുണ്ട്. അപ്പൊ അത് കുറെ പ്രാവശ്യം വാർത്തക്കകത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നവും. നമ്മൾ ചിന്തിക്കുന്ന വാർത്തകൾ മറ്റൊന്നാണ്, പക്ഷെ ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള കുറെ പ്രോബ്ലംസ് ഒക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, എന്താ വെച്ചാൽ ഞാൻ അവരോട് ചോദിച്ചതാ, സ്ത്രീകൾ സമൂഹത്തിൽ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം എന്താന്ന്. അവരൊരു ഉദാഹരണം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം. അച്ഛനെ ചിലപ്പം പിടിക്കത്തില്ലായിരിക്കും. അങ്ങനെ ഒരു സ്ത്രീ ചെയ്യാൻ പാടില്ലെന്ന് ആര് പറഞ്ഞു? ഇവർ പറഞ്ഞു സ്ത്രീകൾ അങ്ങനെ ഒരാളെ ചൂഷണം ചെയ്യാൻ പാടില്ല. സെയിം ടൈം കൊച്ചു പറഞ്ഞു എന്തോ മോനെ, ഒരു ഓട്ടോറിക്ഷ മറിഞ്ഞപ്പോഴും ഒരു പുരുഷൻ എന്ത് ചെയ്തു? ആ സ്ത്രീയെ എടുക്കുമ്പോൾ എന്ത് ചെയ്തു? ലൈംഗികപരമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന് ആ ഒരു ആക്ഷേപം പറഞ്ഞു. ഇതാണ് കൊച്ചു പറഞ്ഞത്. അച്ഛൻ്റെ അഭിപ്രായത്തിൽ ഈ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ അർഹിക്കുന്ന ഒരു സ്ഥാനത്തിലാണോ? അവരെന്തെങ്കിലും കാര്യത്തിൽ ഇപ്പൊ എനിക്ക് 2 പെൺകൊച്ചുങ്ങളാണ്, അച്ഛനും ഉണ്ടല്ലോ. അപ്പൊ ഇവർ സമൂഹത്തിൽ ഭയപ്പെടേണ്ട ഒരു ചുറ്റുപാടിലാണോ ഇന്ന് ജീവിക്കുന്നത്? അല്ല, പണ്ടത്തെ കാലത്തെ ആ സാഹചര്യങ്ങൾ മാറി. സ്ത്രീകൾക്ക് ഏകദേശം പുരുഷന് സമമായ പല കൂടുതൽ ആനുകൂല്യങ്ങളും കിട്ടാൻ തുടങ്ങി. കൂടുതൽ ആ ഒരു പ്രിവിലേജിന്റെ ആവശ്യമുണ്ടോ? പ്രിവിലേജിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സമൂഹത്തിൽ താഴ്ന്നു കിടക്കുന്ന ഒരു സമൂഹത്തിന് ഉയർത്തി കൊണ്ടുവന്ന് ഒരേ ലെവലിലാക്കുക. അതായത് നമ്മുടെ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ പ്രസംഗമുണ്ടല്ലോ, എല്ലാ കുന്നുകളും താഴും, എല്ലാ താഴ്വരയും ഉയരുമെന്ന്, എല്ലാ സമമാവുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സമത്വത്തിന്റെ പേരിൽ. അല്ലാതെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നല്ല ഞാൻ ചോദിക്കുന്നത്, അന്നേരം സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന കൺസെപ്റ്റ്, സ്ത്രീകൾക്ക് നമ്മൾ ചില പ്രിവിലേജ് കൊടുക്കും. നമ്മൾ തന്നെ ഇപ്പൊ ഒരു പട്ടികടി ഇവിടെ ഒരു കൊച്ചുണ്ടായി, നമ്മൾ ഇവരെ ആദ്യം പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും. സമൂഹത്തിന് അങ്ങനെ ഒരു അമ്മ എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടെ ഇതിന് കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നുണ്ട്. ആ ഒരു അതിനോടൊപ്പം തന്നെ ഈ സമത്വവും ഈ സുരക്ഷ, ഈ സാമൂഹിക അപ്ലിഫ്റ്റ്മെന്റ്, ഇതിനകത്ത് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. അത് തുടരേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ ഉണ്ടോ നിലവിൽ? ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ പ്രിയദർശിനി സൗജന്യ യാത്ര, അതിന്റെ ആവശ്യകത നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടോ? ഇപ്പം അത് ആവശ്യത അനുഭവിക്കുന്ന എല്ലാവർക്കും കൊടുക്കുക. അല്ലാതെ ഇപ്പൊ എന്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, 1.5 ലക്ഷം രൂപ. അതെങ്ങനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും ഒരു സ്ത്രീക്ക്, അല്ലെ ഒരു കൂട്ടം സ്ത്രീക്ക് വേണ്ടി? അല്ല, ഒരു അധ്യാപിക 1.5 ലക്ഷം രൂപ അല്ലെ 1.5 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഒരു കോളേജ് അധ്യാപിക, അവരുടെ KSEBിയിലെ ഒരു ഉദ്യോഗസ്ഥ, ഇവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ ശരിയാണോ എന്ന് ചിന്തിക്കണം. അതെങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് പറ. അത് ഇത്രയും സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്കൊന്ന് പ്രത്യേകം കാർഡ് അടിച്ചു കൊടുക്കണം. അല്ല, ഇങ്ങനെയുള്ളവരെ നോക്കിയിട്ട് എങ്ങനെ നോക്കിയിട്ട് ഞാൻ ചോട്ടെ, ഇപ്പൊ നമ്മുടെ ഇതിനകത്തേക്ക് നമ്മുടെ ട്രെയിനകത്ത് അല്ലെ ബസ്സിനകത്ത് പണ്ടേ ഉണ്ട് നമ്മുടെ ക്യാൻസർ രോഗികൾക്കും അവർക്കുള്ള സൗജന്യ. അപ്പൊ അതിനെല്ലാം ഓരോ കാർഡ് അടിക്കണം. അതൊരു വലിയ ചെലവ്, എക്സ്പെൻഡിച്ചറാ. ഈ സെൻസസ് നടക്കുമ്പോൾ അതിന്റെ കൂടെ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ അച്ഛന്റെ ഈ വാക്കുകളെ ഞാൻ മോഹവിലേക്ക് എടുക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലെ ആമ്പിള്ളാര് പൈസ കൊടുത്തിട്ട് ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നു.
ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന ഞങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥര് സൗജന്യമായിട്ട് യാത്ര ചെയ്തു. ഇതിനകത്തൊരു അസമത്വമുണ്ട്. അസമത്വമുണ്ട്. ഓക്കെ, താങ്ക് യു. അസമത്വം അച്ഛാ അത് പറഞ്ഞു വെച്ചു. ഓക്കെ, അപ്പൊ ഞാൻ അന്നേരം മോനെ പറഞ്ഞു. കുഞ്ഞു പറ. നീയെ കൂടെ പറഞ്ഞു, നേ കൂടെ പറഞ്ഞു. എന്താ പറഞ്ഞു? എന്തോ അങ്കിൾ എന്തോ ചോദിച്ചു പറഞ്ഞു. അവിടെയാണ് നമ്മൾ സ്ത്രീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഈ പീരീഡ്സ് ആയാലും ശരി, അങ്ങനെ ഒരു ശാരീരിക വ്യവസ്ഥിതി ശാരീരിക അവസ്ഥയുണ്ട്. മനസ്സിലാവുന്നു? അപ്പൊ ഒരു സ്ത്രീയെ നമ്മൾ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വേറൊരു തലമുണ്ട്. ഒരു അംഗീകാരവും ഡിഫറൻറ്റാ. അപ്പം സ്ത്രീക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന ഈ പ്രിവിലേജ് അതും എന്ത് ചെയ്യണം, അത് നമ്മൾ കണക്കിലെടുക്കും. അത് എപ്പോഴും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഭാര്യ എന്ന് പറയുന്ന കൺസെപ്റ്റ്, കുഞ്ഞെന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇതെല്ലാം ഡിഫറൻ്റ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സമൂഹത്തിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരികയും ചെയ്യുന്നത്. മനസ്സിലാവുന്നു? പക്ഷെ ഞാൻ ഈ പറയുന്ന ആ ഒരു തോട്ട് പ്രോസസ്സിലേക്കല്ല നമ്മൾ പോകുന്നത്. നമ്മൾ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ സ്ത്രീ സമൂഹം അഭിമുഖീകരിക്കുന്ന നിങ്ങളുടെ സമത്വത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശ ധ്വംസനത്തിലേക്കൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ എത്തിച്ചേരേണ്ടതായ ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആകാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വളർന്നു വരാൻ പറ്റുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളോ ഇതെന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളൊരു കുഞ്ഞുങ്ങളല്ലേ, 2 കുഞ്ഞുങ്ങൾ, നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ഒരു സ്ത്രീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ നിങ്ങളിപ്പം പറഞ്ഞു ഓട്ടോയിൽ അങ്ങനെയുള്ള ആ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു എഡ്യൂക്കേഷൻ കുട്ടിക്കാലത്ത് മുതൽ ഞാൻ തോന്നുന്ന ഇന്നത്തെ കാലത്തെ കുട്ടികൾ അങ്ങനെയൊക്കെ ഒരു അപകടം സംഭവിച്ചാൽ സ്ത്രീയെ അങ്ങനെയുള്ളൊരു ചൂഷണത്തിന് വിധേയമാക്കുമോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇനി വരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പൊ അതിന് മാറ്റം വരുത്തിയത് എവിടാ? അവരുടെ വിദ്യാഭ്യാസത്തിലാണ്. അവരുടെ വിദ്യാഭ്യാസത്തിൽ എന്ത് ചെയ്യണം? കുട്ടി പുസ്തകം പഠിക്കുന്നതോടൊപ്പം സമൂഹത്തെ പറ്റിയും പഠിക്കാൻ ഇവിടെ വരണം. ഐഡിയ കിട്ടിയോ? ആ ഒരു നോളജ് അവിടെ പോകണം. അത് കൃത്യമായി ആ കൊച്ചിനെ മോൾഡ് ചെയ്യുന്നതിന് സമൂഹത്തിനും അതോടൊപ്പം തന്നെ ആർക്കും ഈ സമൂഹത്തിനും നമ്മുടെ ചുറ്റുപാടിനും വലിയൊരു റോളുണ്ട്. നിങ്ങൾ കണ്ടുവരുന്നു. ഇപ്പം നമ്മളിവിടെ ഇത് കണ്ടോ, ഇതൊരു പ്രധാനപ്പെട്ട റോഡിന്റെ വശമാണ്. ഇവിടെ കണ്ടോ ഈ ചെളി കണ്ടോ? ഇതിനെ നമുക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഈ സ്ഥാപനം ഇതാരുടേന്നാണ് ഇതിന് ഇങ്ങനെ ഈ പ്രദേശത്തുള്ളവരും ഇതിനെന്ത് ചെയ്യണം? ഇവിടെ എന്താ ചെളി വരാത്തെ? ഇവിടെ ഇത്രയും അടുത്ത് ഈ കടക്കാർക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായതുകൊണ്ട് ഇവർ ഇതിനെ സേഫ് ആക്കി. എന്നാൽ കട വിട്ടു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ഇതാണ്. മനസ്സിലായി? കൊതുക് വരും. നമുക്ക് അന്നേരം ഒരു സാമൂഹിക ബോധം ഉണ്ടാവണം. ഈ സമൂഹത്തെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്? ഇതിൽ സ്ത്രീയും പുരുഷനും ഒരേ പങ്കുകളുണ്ട്. പക്ഷേ ഈ സമൂഹത്തിൽ സ്ത്രീകളോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ളതും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിരിക്കണം. ഒരു സെക്സ് ഒരു ജീവി അല്ല ആരെന്ന് പറയുന്നത്, വുമൻ അല്ല. കാരണം എന്താ? നിങ്ങൾ സമൂഹത്തിൽ എന്താണ് ഒരു അസറ്റ് ആണെന്നും നമുക്ക് ഏറ്റവും നാളുകളിലെ പുരുഷനെ പോലെ അവകാശങ്ങളുള്ള ഒരാളാണെന്നും ഒക്കെ ഉണ്ടാവണം. ഞാൻ അന്നേരവും നിങ്ങളോട് ചോദിക്കുന്നത്, ആൺകുട്ടികൾക്ക് ലഭിക്കുന്നത് പോലെയുള്ള എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ അവരുടെ ശാരീരിക മാനസിക സന്തോഷം ലഭിക്കുന്നതിനുള്ള വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടാനുമുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഓരോ കേന്ദ്രങ്ങൾ എല്ലാ പഞ്ചായത്തുകളിൽ ഉൾപ്പെടുത്തണം. ഓക്കെ. അപ്പൊ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് എന്ത് ചെയ്യണമെന്നാണ് അവിടെ പറഞ്ഞേ? സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് എന്തോ ചെയ്യാം, അങ്ങനെ പോകാം, ഇങ്ങനെ പോകാം, അത് ചെയ്യാം, ഇത് ചെയ്യാം, എൻജോയ് ചെയ്യാം. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെ പറ്റുന്നില്ലല്ലോ. അത് ഈ സുരക്ഷയുടെ ഒരു പ്രശ്നമായിട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീല് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിപ്പോ ഇങ്ങനെ ഇപ്പൊ ഇവിടെ നിൽക്കുകയല്ലേ, നിങ്ങളെപ്പോലുള്ള വിരലിലുണ്ടാവും. നിങ്ങളാണ് സമൂഹത്തിന് വേണ്ടി. നിങ്ങൾ പണ്ട് പറഞ്ഞു, നിങ്ങൾ പഴയ കാലഘട്ടത്തെ പറ്റി പറഞ്ഞപ്പോൾ ഝാൻസി റാണിയെ പറ്റിയും അങ്ങനെയൊക്കെയുള്ള പലരെയും പറ്റി പറഞ്ഞു. അവര് വ്യത്യസ്തരായിരുന്നെന്ന്. അപ്പൊ ഒരാൾ വ്യത്യസ്തരാകുന്നത് എങ്ങനെയാ? അയാളുടെ വിദ്യാഭ്യാസത്തിൽ. അപ്പൊ നിങ്ങൾ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് നിങ്ങൾ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആരാ? പപ്പയും കൂടെ ചേർന്ന് എന്ത് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി. ഈ സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യസ്തതയ്ക്ക് കാരണമായി മാറിയത്. അപ്പൊ ആ ഒരു വിദ്യാഭ്യാസം സമൂഹത്തിൽ ഉണ്ടാകണം. മനസ്സിലാവുന്ന മോനെ? അപ്പൊ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് ഉണ്ടോ? അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളോ നിങ്ങളുടെ ആശങ്കകളോ നാളുകളിൽ എങ്ങനെയാണ്? അല്ലല്ല, നിങ്ങൾ കൃത്യമായ അഭിപ്രായം വേണം. നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇപ്പൊ പുരുഷന്റെ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ എനിക്ക് ഇഷ്ടം പോലെ പറയാനുള്ള ഇതുണ്ട്. പക്ഷെ എനിക്ക് പപ്പയെടുത്തൊരു കാര്യം ചോദിക്കുന്നത്, പപ്പയെടുത്തൊരു ആൻസർ ഇടണമെന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ ഇത്തരത്തിൽ വുമൻസിന് മാത്രം ഒരു പ്രിവിലേജ് മാത്രം എന്നല്ല, അവർക്ക് ഒരു പ്രിവിലേജ് കൊടുക്കുമ്പോൾ ഒരു പുരുഷൻ എന്ന നിലയിൽ നിങ്ങൾക്ക് അതൊരു വേർതിരിവായിട്ടോ അതിനെപ്പറ്റി എനിക്കൊന്ന് പറഞ്ഞുതരാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അമ്മ
ഞാൻ ഈ ജനിക്കാൻ കാരണമായി മാറിയത് എൻ്റെ അമ്മ കൊണ്ടല്ലേ. അതെ അതെ അപ്പൊ എനിക്ക് അമ്മയോടുള്ള സ്നേഹം, ഞാൻ ഈ ഭൂമിയിൽ വരാൻ കാരണം എൻ്റെ അമ്മ 10 മാസക്കാലം എന്നെ നോക്കി, എന്നെ കെയർ ചെയ്ത്, അമ്മ ഒത്തിരി സഹിച്ച് വളർത്താനും വലിയ പട്ടി കടിക്കാതെയും പൂച്ച കടിക്കാതെയൊക്കെ വളർത്തി എന്നെ ഇങ്ങനെ ആക്കിയത് ആരാ? കണ്ടോ, ഇപ്പം തന്നെ സ്വരം ഇടറി. എന്താ? കാരണം നമ്മുടെ അമ്മമാരെ നമ്മളെ അങ്ങനാണ് വളർത്തി നമ്മളെ എന്താക്കുന്നത്, ഈ രൂപത്തിലാക്കി എന്നെ മാറ്റുന്നത്. അപ്പം സ്ത്രീ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ, അമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് വളരെ വലുതാണ്. അപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ അമ്മയുടെ അടുത്ത് വരുമ്പോൾ ഞാൻ ഭാര്യയിൽ നിന്ന് വിഭിന്നമായിട്ടായിരിക്കും എങ്ങനെ കാണുന്നത്, അമ്മയെ കൺസിഡർ ചെയ്യുന്നത്. ഓരോ പുരുഷനിലും അമ്മ എന്ന് പറയുന്നത് വലിയ ഒരു കഥാപാത്രമാണ്. അപ്പം ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ രീതിയിലാണ് നോക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന് എൻ്റെ കൂടെ വന്ന് എന്നോട് ജോയിൻ ചെയ്ത് ദീർഘകാലം എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും സ്റ്റെപ്പുകളെയും എടുത്ത് എനിക്ക് എൻ്റെ വംശം നിലനിർത്തുന്ന രീതിയിൽ എൻ്റെ നീയക്കുട്ടനെയൊക്കെ തന്ന ലിനിയോടുള്ള സ്നേഹം അന്നേരം അതും വളരെ വലിയ ഒരു സംഭവമായി മാറും. മനസ്സിലാവുന്നു? അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ സന്തോഷങ്ങൾക്കെല്ലാം കാരണം ആരാ? എൻ്റെ ടെക്കൽ ടുട്ടനും അപ്പോൾ അങ്ങ് ഓടി കേട്ടോ. അപ്പോൾ ഉറുമ്പ് അടിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ഓരോ കാഴ്ച അന്നേരം എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അങ്ങനെ കാണുന്നു. അപ്പൊ എൻ്റെ സ്റ്റുഡൻസ് ആകുമ്പോൾ ഞാൻ അവരെ അങ്ങനെ കാണുന്നു. ഈ സമൂഹത്തിലുള്ള എൻ്റെ നാട്ടുകാരാകുമ്പോൾ എവിടെയാകുമ്പോൾ സ്ത്രീക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സ്ത്രീക്ക് നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങൾ മാസങ്ങളിൽ ഉണ്ടാകുന്ന പീരീഡ്സ് ആയാലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥയും ഒക്കെ നമുക്ക് അതെല്ലാം ഞങ്ങൾ കൺസിഡർ ചെയ്ത് പുരുഷൻ എപ്പോഴും എന്ത് ചെയ്യും, സ്ത്രീക്ക് ഫേവറായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ് കാരണം ഇപ്പം മനസ്സിലായോ? അപ്പൊ ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും എന്താണ്, സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. എങ്ങനെ? മകളെന്ന രീതിയിൽ, കാരണം അച്ഛൻ എന്ന രീതിയിൽ അല്ല, അമ്മ സഹോദരി എന്ന രീതിയിൽ, അമ്മ എന്ന രീതിയിൽ, ഭാര്യ എന്ന രീതിയിൽ ഈ സമൂഹത്തിൽ ഞങ്ങൾ ചെയ്യേണ്ട ചില കർത്തവ്യങ്ങൾ. കാരണം എന്താ, പുരുഷന് മസിൽ പവർ കൂടുതലായതുകൊണ്ട് ചില ജോലികൾ പുരുഷന് ചെയ്യാൻ പറ്റുന്ന ജോലിയുണ്ട്. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഇതേപോലെ പുരുഷനെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് പറയുന്നത്, പുരുഷന് ഒരു സ്ത്രീ കൊടുക്കേണ്ടത് സപ്പോർട്ടും സ്ത്രീക്ക് പുരുഷൻ കൊടുക്കേണ്ടത് കെയറുമാണ് എന്ന്. ഞാൻ തിരിച്ചു കേട്ടു, പുരുഷന് സപ്പോർട്ട് കൊടുക്കണം, അല്ലാതെ കെയർ കൊടുത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ പറയാം. എന്തോ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ പറയുന്നില്ല മസിലൊന്നും വരും, മസിൽ വരണമെന്ന് ഞാൻ ഇതൊക്കെ പറയുന്നത് വ്യത്യസ്തമായ രീതിയിലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് മസിൽ വരുത്തുന്നതോ നിങ്ങൾ ജിമ്മിന് പോകുന്നതോ ഇതൊന്നും ഞാൻ എന്ത് ചെയ്യുന്നത് എതിരായിട്ട് പറയുമല്ല. പക്ഷെ നിങ്ങൾക്ക് ഈ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ഓടിക്കറിക്കും ദുരിതങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം മഴ വരുന്ന മോനെ ഹോർലിക്സ് വേണോടാ, ബൂസ്റ്റ് ഉണ്ടോ, ഹോർലിക്സ് ഉണ്ടോ? അതെന്തോന്നറിയാം. എന്നാ ചായ, ഹോർലിക്സ് ഇല്ലല്ലോ. ഇല്ല ഒരു പന്നെ കവർന്നാതിരിക്കുന്ന ഒരു സാധനം ചായക്കകത്ത് തട്ടിയിട്ടു. അപ്പൊ എനിക്ക് ചായ വിത്തൗട്ട്. മോനെന്തോടാ? ഹോർലിക്സ് ഇല്ല. ഞാൻ വിടുന്നതാ. ഹലോ, മനസ്സിലായില്ല അല്ലയോ? നിങ്ങൾ പോലീസിലല്ലായിരുന്നു? ഞാൻ നെൽസണാ, കൊട്ടാരക്കരയുള്ള ചേട്ടനെ എനിക്കറിയാം പണ്ടേ. ഞാനിതൊന്ന് നിർത്തിക്കോട്ടെ. ഓക്കെ നേക, ഇപ്പൊ നിർത്തിയേക്കട്ടോ. ഞങ്ങള് എന്നും രാവിലെ ഒരു ലൈവ് പറയും.